നമസ്തേ. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്നൊരു വ്യക്തി ചാനലുകളിൽ വന്നിരുന്നു ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്ന പരിപാടി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വേദി കിട്ടിയാൽ അവിടെയെല്ലാം ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുക, ഇതൊരു ജീവിത വ്രതമായിട്ടെടുത്തിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ്. സംസ്കൃതം അദ്ദേഹം പഠിച്ചത് സ്വന്തം ഇഷ്ടത്താൽ, അല്ലെങ്കിൽ പഠിക്കണമെന്ന് വിചാരിച്ച് പഠിച്ചതല്ല. അങ്ങനെ അവിടെ എത്തിപ്പെട്ടു. വേറെ എങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടെ എത്തിപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ എത്തിപ്പെട്ട് പഠിച്ചതുകൊണ്ട് പഠിപ്പ് ശരിയായിട്ടില്ല. അതെന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്നതിന് കാരണമായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അതാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന ആചാര്യർ, ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഹിന്ദുമതം കൊള്ളില്ല. അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, നമ്പൂതിരിമാർ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഹിന്ദുമതം കൊള്ളത്തില്ല. ഇതൊക്കെയാണോ ഹിന്ദുമതം? ഹിന്ദുമത തത്വങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്തു കാണിക്കൂ. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് രാമായണത്തിൽ രാമൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഇങ്ങനെയൊക്കെയുണ്ട്, അതുകൊണ്ട് ഹിന്ദുമതം കൊള്ളത്തില്ലെന്ന്. രാമായണത്തിൽ ഞാൻ പല ആവർത്തി ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളതാണ്. രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ ആത്മീയ തത്വങ്ങളുണ്ട്. പക്ഷേ അത് തത്വഗ്രന്ഥങ്ങളല്ല, അത് സാഹിത്യ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ സാഹിത്യ ഗ്രന്ഥങ്ങളാകുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുടെ, അല്ലെങ്കിൽ അതിൽ കഥാപാത്രമായി വരുന്ന ആളുകളുടെ പെരുമാറ്റങ്ങളും ഒക്കെ കുറച്ചുകൂടെ ഒരു ഭാവനയുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട രീതിയിലാണ് അതിൻ്റെ സംഭാഷണവും പ്രവൃത്തികളും ഒക്കെ വരുന്നത്. അതിൽ അവർ പറയുന്നതിനകത്ത് ആത്മീയ കാര്യങ്ങൾ കാണും. അതാണ് ആ പുസ്തകങ്ങളുടെ വാല്യൂ, ആ ആത്മീയ മൂല്യം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ആ പുസ്തകം മൊത്തമായിട്ട് ഒരു ആത്മീയ മൂല്യം ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. അതെന്തുകൊണ്ടാണ്? അതിനകത്ത് കുറേ മനുഷ്യ നന്മകളെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ പറയുന്നതും അവിടെ അതിനകത്ത് വിവരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യ നന്മയുടെ കാര്യങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേണം മഹാഭാരതത്തെയും അതുപോലെ തന്നെ പുരാണങ്ങളെയും രാമായണത്തെയൊക്കെ സ്വീകരിക്കേണ്ടത്. അത് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും അതുപോലെ തന്നെ പുരാണങ്ങളിലെയും സംഭവങ്ങളോ വ്യക്തികളുടെ പെരുമാറ്റങ്ങളോ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദുമതം കൊള്ളത്തില്ലെന്ന് പറയുന്നത്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന ഉപനിഷത്തുകളിലും അതുപോലെ തന്നെ ഗീതയിലും, മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഗീതയിലുമാണ്. അത് ഗീത ഇങ്ങനെ അതിന് ഒരു മൂല്യം കിട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപനിഷത്തുകളിലെ തത്വങ്ങളുടെ ഒരു സ്വാംശീകരിച്ച രൂപം. കാരണം സന്ദർഭത്തിനനുസരിച്ച് പരാവർത്തനം ചെയ്യപ്പെടുന്ന ഒരു രൂപമാണ് അതിനകത്തുള്ളത്. എന്നിട്ട് മറ്റ് ദർശനങ്ങളുടെ അംശങ്ങളും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവിടെ? അപ്പം ഈ ശ്യാംകുമാറിന് ഹിന്ദുമതത്തെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്നും പറഞ്ഞല്ല വിമർശിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതിനകത്തും അദ്ദേഹം ഇതേ പരിപാടി തന്നെ ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ജാതി ആണെന്നാണ് അർത്ഥമെന്ന് ശങ്കരൻ പറഞ്ഞിട്ടുണ്ട്, ആദിശങ്കരൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിൻ്റെ കോട്ട് ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണ ജാതി അഭിമാനാത് ബ്രഹ്മേതി അഭിധീയതേ എന്ന് ഒരു വ്യാഖ്യാനത്തിൽ ആദിശങ്കരൻ പറഞ്ഞിരിക്കുന്നു. ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രാഹ്മണ ജാതി ആയതുകൊണ്ടാണ് ബ്രഹ്മമായത്. എന്നുവെച്ചാൽ ബ്രാഹ്മണ ജാതിയാണ് ബ്രഹ്മം. ഇതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം. അദ്ദേഹത്തിന് ഇതിനകത്ത് വേണ്ടത്ര അറിവില്ലെന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ബ്രാഹ്മണ ജാതി എന്ന് പറഞ്ഞിട്ടൊരു ജാതിയൊന്നുമില്ല, അതൊരു വർണ്ണമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ബ്രാഹ്മണ ജാതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജന്മത്താൽ എന്നുള്ള അർത്ഥത്തിലാണ്. അതിലേക്ക് വരാം. അപ്പോൾ ഈ ബ്രാഹ്മണ ജാതി അഭിമാനാത് ബ്രഹ്മേതി അഭിധീയതേ, ഇതിനകത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ഇത്
ബൃഹദാരണ്യ ഉപനിഷത്ത് 1:4-11 വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ് ആചാര്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ 1:4-11 വാക്യം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ബ്രഹ്മവാ ഇദം അഗ്ര ആസീത് ഏകമേവ തത് ഏകം സന്ന വ്യഭവത് എന്നാണ്. ബ്രഹ്മമായിരുന്നു ആദിയിൽ ഇവിടെ ഉണ്ടായിരുന്നത്, ഏകമായിരുന്നു ബ്രഹ്മം. ആ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അത് ഏകമായിരുന്നുകൊണ്ട് അവിടെ അത് വികസിച്ചില്ല എന്ന് പറയുന്നതല്ല, അത് പുരോഗമിച്ചില്ല, അത് പ്രോഗ്രസ് ചെയ്തില്ല, അത് വേറെ വളരെ വലുതായിട്ട് വളർന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതെങ്കിൽ ഈ ലോകം വളർന്നില്ല, വികാസം പ്രാപിച്ചില്ല എന്നർത്ഥം. അതായത് മനുഷ്യലോകം, അതാണ് ഈ പറയുന്നത്, അല്ലാതെ മറ്റല്ല. മനുഷ്യലോകം അത് പുരോഗമനം പ്രാപിച്ചില്ല, വികാസം പ്രാപിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. അതിന് ശങ്കരാചാര്യ പറഞ്ഞതും. അപ്പോൾ ഇതിനകത്ത് എന്നിട്ട് ഈ ബ്രഹ്മം, ഏകമായ ബ്രഹ്മം സൃഷ്ടിക്കുകയാണ്. ക്ഷത്രിയനെയാണ് സൃഷ്ടിക്കുന്നത്, ബ്രാഹ്മണനെ അല്ല. 4 വർണ്ണങ്ങളുണ്ടെങ്കിലും ക്ഷത്രിയനെയാണ് സൃഷ്ടിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ബ്രാഹ്മണനെ ആദ്യം സൃഷ്ടിക്കണ്ടേ? ബ്രഹ്മം ബ്രാഹ്മണനെ ആദ്യം സൃഷ്ടിക്കണ്ടേ? അത് ചെയ്യാതെ ക്ഷത്രിയനെ സൃഷ്ടിച്ചതായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ബ്രാഹ്മണൻ തന്നെയാണ് എന്ന് ഇതേ ഉപനിഷത്തിൽ 3:8-10 പറയുന്നുണ്ട്. 3:8-10, അതായത് ഈ ആത്മീയ തത്വങ്ങൾ അറിഞ്ഞ് ഇവിടുന്ന് പോകുന്നവനാണ് ബ്രാഹ്മണൻ, ഇത് അറിയാത്തവൻ കൃപണനാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം ബ്രാഹ്മണൻ ആര്, കൃപണൻ ആരെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ ജ്ഞാനമുള്ളവൻ തന്നെയാണ് ഉപനിഷത്ത് പറയുന്നത്. ഇനി അറിവ് നേടുന്നവൻ, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയായി മാറും എന്ന് മറ്റ് ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. അതായത് മുണ്ടക ഉപനിഷത്തിൽ 3:2-9, അതുപോലെ തന്നെ തൈത്തിരീയ ഉപനിഷത്തിൽ 2:1-1. അപ്പം ബ്രഹ്മജ്ഞാനികൾ, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളാണ്, അങ്ങനെയുള്ളവരെയാണ് ബ്രാഹ്മണരെന്ന് വിളിക്കുന്നത്. അല്ലാതെ ശ്യാംകുമാർ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ പൂണൂലിട്ട് ഷോഡശക്രിയകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ഒരു ബ്രാഹ്മണരായിട്ട് അങ്ങ് മാറത്തില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് ശ്യാംകുമാർ പറയേണ്ടത്. അല്ലാതെ അവരങ്ങനെ ചെയ്യുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു, അതുകൊണ്ട് ഹിന്ദു മതം ശരിയല്ല എന്നല്ലല്ലോ നിലപാടെടുക്കേണ്ടത്. അത് തെറ്റാണ്. അത് ഈ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല. തത്വവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അതിന് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അത് ആണത്വമാണ്, അത് ഒരു അറിവിൻ്റെ പ്രകടനമാണ്. ഇത് എന്ന് പറയുന്ന മണ്ടത്തരത്തിൻ്റെ പ്രകടനമാണ്. അങ്ങനെ ബ്രാഹ്മണജാതി അഭിമാനാത് ബ്രഹ്മ ഇതി അഭിധീയതേ. ബ്രാഹ്മണജാതി അഭിമാനാത് ബ്രഹ്മേതി അഭിധീയതേ എന്ന് ആചാര്യൻ പറയുമ്പോൾ അതിന് മുമ്പ് ഒരു ഭാഗം കൂടെ ഉണ്ട്. ബ്രഹ്മവാ ഇദം അഗ്ര ആസീത് യത് അഗ്നിം സൃഷ്ടുവ അഗ്നിരൂപമാവരണം ബ്രഹ്മ. അഗ്നിയെ സൃഷ്ടിച്ചപ്പോൾ അഗ്നിരൂപത്തിലായിട്ടുള്ള ബ്രഹ്മം അഗ്നിരൂപത്തിലുള്ള ബ്രഹ്മം എന്നാണ് അറിയപ്പെട്ടത്. ബ്രാഹ്മണനെ സൃഷ്ടിച്ചപ്പം ആദ്യം ബ്രഹ്മം ബ്രാഹ്മണനായിരിക്കണം, അല്ലെങ്കിൽ ബ്രാഹ്മണനെ സൃഷ്ടിച്ചിരിക്കണം ആദ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണ ജന്മത്താൽ ബ്രാഹ്മണജാതി അഭിമാനാത് ബ്രഹ്മ. അപ്പം ബ്രാഹ്മണൻ്റെ ജന്മം കൊണ്ടുള്ള അതേ കാരണത്താൽ, ആ അഭിമാനത്താലുള്ള ബ്രഹ്മം, അതാണ് രണ്ടാമതുണ്ടാകുന്നത്. ബ്രഹ്മത്തെ സൃഷ്ടിച്ചതുകൊണ്ടുള്ള, ബ്രാഹ്മണനെ സൃഷ്ടിച്ചതുകൊണ്ടുള്ള ബ്രഹ്മം, അതാണ് ആചാര്യർ പറയുന്നത്. അല്ലാതെ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ജാതിയെ സൃഷ്ടിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നു പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ആകെ ബ്രഹ്മം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നാണ് 4 വർണ്ണങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ എവിടെയെല്ലാം കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ധർമ്മവും അവസാനവും ഉണ്ടാകുന്നു. അങ്ങനെ അതാണ് ഈ 1:4-11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ താല്പര്യം മൊത്തമായിട്ട് നമ്മൾ ഗ്രഹിക്കണം. അല്ലാതെ ആചാര്യൻ്റെ ഒരു വാക്യം എടുത്തിട്ട് നമ്മൾ പറയരുത്. അവിടെയാണ് ശ്യാംകുമാറിന് തെറ്റ് പറ്റുന്നത്. ബ്രാഹ്മണ ജാതി എന്ന് പറയുന്നത് ജന്മം എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ലാതെ കാസ്റ്റ് എന്നുള്ള അർത്ഥമല്ല. ശ്യാംകുമാറിന് അവിടെയൊക്കെയാണ് തെറ്റുന്നത്.
ബ്രാഹ്മണ ജന്മത്താൽ ഉള്ള ബ്രഹ്മം, അതാണ് രണ്ടാമത്. അഗ്നി സൃഷ്ടിച്ചപ്പോൾ എന്ത് ചെയ്യുന്നത്? അഗ്നിരൂപമാപന്നം ബ്രഹ്മ, അഗ്നിരൂപത്തിലെത്തിയ ബ്രഹ്മം, അഗ്നിരൂപത്തിലുള്ള ബ്രഹ്മം. ഇപ്പം ബ്രാഹ്മണനെ സൃഷ്ടിച്ചപ്പോൾ ബ്രാഹ്മണ രൂപമാപന്നം ബ്രഹ്മ എന്ന് പറയണം. അതിനാണ് ബ്രാഹ്മണ ജാതി അഭിമാനാത് ബ്രഹ്മ എന്ന് പറയുന്നത്. ബ്രാഹ്മണ ജാതി, ബ്രാഹ്മണ ജന്മത്താൽ ഉള്ള ബ്രഹ്മം, അതാണ് അവിടെ പറയുന്നത് ആചാര്യൻ. ഇനി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബ്രഹ്മം തന്നെയാണ്. നിങ്ങൾ ധരിക്കുന്നത് പോലെ ഈ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂണൂലിട്ട് നമ്പൂതിരിമാരുടെ അല്ല ബ്രാഹ്മണരെന്ന് പറയുന്നത്. ബ്രാഹ്മണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്തുകളിൽ തന്നെ പറയുന്നുണ്ട്, ബ്രഹ്മജ്ഞാനിയാണ്, ഉള്ളവർ അത് ബ്രഹ്മം തന്നെ ആയിത്തീരുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു ബ്രാഹ്മണ ജന്മത്തെക്കുറിച്ച് ഇതിനകത്ത് ഉപനിഷത്ത് പറയാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആചാര്യർ അവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആചാര്യരെ ശ്യാംകുമാർ ശരിക്കും മനസ്സിലാക്കിയില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കായിക കൊണ്ടാണ് ശ്യാംകുമാർ ഹിന്ദുമതത്തെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും മനസ്സിൽ വേറെ ചൊരുക്കുകൾ കാണും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പൂർവികർ പണ്ട് അനുഭവിച്ചിട്ടുള്ള വിവേചനങ്ങളും അടിച്ചമർത്തലുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും. അതിനിപ്പം പ്രതികാരം ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങൾ അതൊക്കെ അന്ന് ആ വിവേചനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ ചെയ്തത് തെറ്റോ ശരിയോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അത് തത്വാധിഷ്ഠിതമായിരുന്നോ? ഏതെങ്കിലും തത്വങ്ങളുടെ പിൻബലത്തോടു കൂടിയാണോ അവർ ചെയ്തത്? അല്ലെന്നാണ് നമ്മൾ ഈ ഉപനിഷത്തുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുക. അവിടെ ഇപ്പോഴും നിന്ന് മുൻകാല പ്രാബല്യത്തോടു കൂടി ഇപ്പോഴും വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അധിക്ഷേപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവരെ അധിക്ഷേപിക്കുന്ന പേരിൽ ഹിന്ദുമതത്തെ മൊത്തം അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമെന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പഠിക്കുക. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം തത്വങ്ങൾ ഇങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇവർ ചെയ്യുന്ന അനാചാരമാണ്, ഇവർ ചെയ്യുന്ന തത്വവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. തത്വം അദ്ദേഹം ഉപനിഷത്തുകളൊക്കെ പഠിച്ചിട്ട് ആ തത്വങ്ങൾ അദ്ദേഹം എല്ലാവർക്കുമായിട്ട് പ്രകാശനം ചെയ്തു. ഉപനിഷത്ത് തത്വങ്ങളാണ് അദ്ദേഹം ആത്മോപദേശതകത്തിലൂടെയും അതുപോലെ തന്നെ ദൈവദശകത്തിലൂടെയും ഒക്കെ ജനങ്ങൾക്കായിട്ട് പങ്കിട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു നിശബ്ദ വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആരെയും വെറുക്കാതെ, ആരെയും അധിക്ഷേപിക്കാതെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള മന്ത്രമാണ് ശ്രീനാരായണ ഗുരു നൽകിയത്. അത് മനസ്സിലാക്കണം. ആ ഓരോ ഗുരുക്കന്മാരെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഗുരുക്കന്മാർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട, അവരുടെ ശരികൾ നമ്മൾ പിന്തുടരൂ. ഇതാണ് ഗുരുവിൻ്റെ ശരി. ഗുരു ആരെയും അധിക്ഷേപിക്കാൻ പോയില്ല, നല്ല കാര്യങ്ങളെടുത്തു. SNDP പ്രവർത്തകർക്ക് ആദ്യകാലത്ത് അദ്ദേഹം നൽകിയ ഉപദേശം തന്നെ ശുദ്ധമായ ഹിന്ദുമതം പഠിപ്പിക്കുമെന്നാണ്. എന്നിട്ട് അതൊക്കെ മറന്നിട്ട് ഹിന്ദു മതം അദ്ദേഹം തള്ളിക്കളഞ്ഞു. ജാതി തള്ളിക്കളഞ്ഞപ്പോൾ ഹിന്ദുമതം അദ്ദേഹം ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വിവരക്കേടെന്നല്ലാതെ ഒന്നും പറയാനില്ല. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ തെറ്റായി ധരിച്ചിട്ട് ആ തെറ്റുകൾ വെച്ചിട്ട് ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്ന ഈ പ്രവൃത്തി ശ്രീ ശ്യാംകുമാർ ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എൻ്റെ താല്പര്യം, അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.